സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം നൽകണമെന്നത് ഏറെ നാളുകളായി നിലനിൽക്കുന്ന ചർച്ചകളാണ്. എന്നാൽ എത്ര തന്നെ ചർച്ചകളുണ്ടായിട്ടും നായകന്മാർക്ക് നൽകുന്ന വേതനം നായികമാർക്ക് നൽകുന്നില്ല എന്നതാണ് വാസ്തവം. ഇതിനിടെയാണ് സിനിമാ മേഖലയിൽ ചരിത്രപരമായ ചുവടുവയ്പുമായി നടി സാമന്തയുടെ നിർമ്മാണ കമ്പനി രംഗത്ത് വരുന്നത്. ലിംഗഭേദമില്ലാതെ തുല്യമായ പ്രതിഫലം അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും നൽകാനാണ് സാമന്തയുടെ തീരുമാനം. ബംഗാര എന്ന ചിത്രത്തിലാണ് എല്ലാവർക്കും തുല്യവേതനം സാമന്തയുടെ നിർമ്മാണ കമ്പനി നൽകുന്നത്. 2023 സാമന്ത ആരംഭിച്ച ട്രലല മൂവിംഗ് പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധായികയായ നന്ദിനി റെഡ്ഡിയാണ് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത്. ബംഗളൂരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വിമൺ ഇൻ സിനിമ എന്ന വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് നന്ദിനി ഇക്കാര്യം പറഞ്ഞത്. ലിംഗഭേദമില്ലാതെ തുല്യമായ പ്രതിഫലം അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും നൽകാനുള്ള സാമന്തയുടെ തീരുമാനം വലിയ അഭിനന്ദനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. പ്രതിഫലവുമായി ബന്ധപ്പെട്ട് സിനിമയിൽ നിലനിൽക്കുന്ന ജെൻഡർ ഗ്യാപ്പിനെ കുറിച്ച് സംസാരിക്കവെയാണ് സാമന്തയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രചോദനാത്മകമായ നീക്കത്തെക്കുറിച്ച് നന്ദിനി വെളിപ്പെടുത്തിയത്. നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ തുല്യവേതനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ അഭിനേത്രിയായിരിക്കാം സാമന്ത എന്നാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രലല മൂവിംഗ് പിക്ചേഴ്സ് തുടങ്ങിയ സമയത്ത് തന്നെ പുതിയ ചിന്തകൾക്കാണ് ഈ നിർമ്മാണ കമ്പനി പ്രാധാന്യം നൽകുക എന്ന് സാമന്ത പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ചുള്ള പുതുമയുള്ള കഥകൾ പറയാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഫിലിം മേക്കേഴ്സിന് മികച്ച കഥകൾ പറയാനുള്ള ഒരു വേദിയാകുമിതെന്നുമായിരുന്നു സാമന്ത അന്ന് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചിരുന്നത്. ഇപ്പോൾ തുല്യവേതന നയം സ്വീകരിച്ചതിലൂടെ പറഞ്ഞ വാക്കുകൾ പ്രാവർത്തികമാക്കുകയാണ് സാമന്ത. നന്ദിനി റെഡ്ഡിയുടെ വാക്കുകളെ കയ്യടികളോടെയായിരുന്നു സഹ പാനലിസ്റ്റുകളും സദസ്സും സ്വീകരിച്ചത്. സമൂഹമാധ്യമങ്ങളിലും സാമന്തയെ പ്രകീർത്തിച്ച് നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.